നമ്മൾ എവിടെ പോയാലും അവരവരെ വീട്ടിലെ പാർക്കിംഗ് വീഡിയോ ചെയ്യും. കാരണം എന്ന് പറഞ്ഞാൽ എക്സ്പീരിയൻസ് കുറഞ്ഞ ആൾക്കാരാണ് ഞങ്ങളെ വിളിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ വീഡിയോ കാണുമ്പോൾ ചിലപ്പം വീട്ടിൽ നിന്ന് വാഹനം ഇറക്കാനായിട്ട് എളുപ്പമായിരിക്കും. ഇതിപ്പം മെയിൻ റോഡിലോട്ട് വാഹനം ഇറങ്ങുന്നതിന് മുമ്പ് ചെറിയൊരു പോക്കറ്റ് റോഡാണ്. അവിടുന്ന് വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ഫസ്റ്റ് മിറർ കണ്ട റൈറ്റ് സൈഡിൽ ആ മിറർ ഈ ഫസ്റ്റ് ഫില്ലറിനോട് പാസ് ചെയ്ത് കഴിയുമ്പോൾ ഫുള്ള് റൈറ്റിലോട്ട് ലോക്ക് ചെയ്താൽ മാത്രം മതി. റൈറ്റിലോട്ട് ലോക്ക് ചെയ്ത് കഴിയുമ്പം നമുക്ക് ലെഫ്റ്റ് സൈഡിൽ എന്തെങ്കിലും തട്ടുന്നുണ്ടാന്ന് നോക്കുക. റൈറ്റ് സൈഡ് ഒരിക്കലും നമുക്ക് തട്ടത്തില്ല. ലെഫ്റ്റ് സൈഡിൽ അവിടെ പുല്ല് മാത്രമേ ഉള്ളായിരുന്നു. അപ്പം പതുക്കെ ആ പുല്ലിൽ ഇപ്പോൾ ക്യാമറ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ സെൻസർ അടിക്കാൻ ചാൻസ് ഉണ്ടാവും. അവിടെ വന്നു കഴിയുമ്പോൾ നമ്മൾ വണ്ടിയുടെ ബോഡി ലെവലിൽ വരുമ്പോൾ നേരെയാക്കി വരിക. തൊട്ടടുത്ത് തന്നെ കയറ്റമായിരിക്കും. പിന്നെ അത് കഴിഞ്ഞാൽ ആ റോഡ് രണ്ടായിട്ട് തിരിയും, ലെഫ്റ്റും റൈറ്റുമായിട്ട്. ഇവിടെ നമ്മൾ ലെഫ്റ്റാണ് തീരുമാനിച്ചിരിക്കുന്നത് പോകാനായിട്ട്. അങ്ങനെ ലെഫ്റ്റ് വന്ന് ഇറങ്ങി തിരിച്ച് അതേപോലെ നമ്മൾ വീട്ടിലോട്ട് കയറ്റുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ആ പില്ലർ തന്നെ, ആ പില്ലറിന് നേരെ ആ മിറർ ലെഫ്റ്റ് സൈഡ് മിറർ വരുമ്പോൾ നമ്മൾ ഒരു റൗണ്ടാണ് തിരിക്കേണ്ടത്. ഇതെന്ന് പറഞ്ഞാൽ മാക്സിമം നമ്മൾ ലെഫ്റ്റ് സൈഡിലോട്ടാണ് വാഹനം കയറ്റിയിട്ടിരിക്കുന്നത്. അപ്പോൾ ആ മിറർ വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുക. ഇപ്പം മിറർ വന്നുകൊണ്ടിരിക്കുന്നത്. ആ മിറർ വന്നു കഴിയുമ്പം ഫുള്ള് ലെഫ്റ്റിലോട്ട് ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തട്ടേണ്ടതെന്ന് പറഞ്ഞാൽ റൈറ്റ് സൈഡ് തട്ടത്തുള്ളൂ. ഒരു കാരണവശാലും ലെഫ്റ്റ് തട്ടത്തില്ല. അപ്പോൾ റൈറ്റ് തട്ടുന്നുണ്ടാന്ന് നോക്കുക. നേരത്തെ പറഞ്ഞ പോലെ സെൻസർ ചിലപ്പോൾ തൊട്ടടുത്ത് വരും, ചിലപ്പോൾ അത് കിടന്ന് അടിക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട. അതിനുശേഷം ബോഡി ലെവൽ കറക്റ്റ് വരുമ്പോൾ നേരെ ആക്കുക. അപ്പോൾ നിങ്ങൾ ഓർക്കും നേരെ എന്തിനാ ആക്കിയത്, നമുക്ക് കുറച്ച് നേരെ ഓടിയതിന് ശേഷം തിരിച്ച് റൈറ്റിലോട്ട് തിരിച്ച് കറക്റ്റായിട്ട് ബോഡി ലെവൽ വരിക. ഇത് പോർച്ചിലോട്ട് ഇടുന്ന ഒരു പൊസിഷന്. എല്ലാവരെയും വീട്ടിൽ പോർച്ചും ഇതേപോലെ ആയിരിക്കത്തില്ല. ഇതിപ്പോൾ ഈ വീട്ടിലോട്ട് കയറുന്ന ഒരു വശമാണ്. വണ്ടിയുടെ വീല് നേരെ ആക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നേരെ റിവേഴ്സാണ് ഇടുന്നത്. റിവേഴ്സ് ഇട്ട് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് സൈഡ് മിററാണ് ശ്രദ്ധിക്കേണ്ടത്. ലെഫ്റ്റ് സൈഡ് മിറർ നോക്കി നമുക്ക് ഈ പോർച്ചിലോട്ടാണ് കയറേണ്ട. അപ്പോൾ പോർച്ചിൻ്റെ ലെഫ്റ്റ് സൈഡ് തന്നെയാണ് നോക്കേണ്ടത്. ലെഫ്റ്റ് സൈഡിലോട്ട് മാക്സിമം ചേർന്ന് തന്നെ തിരിഞ്ഞ് വരിക. തിരിഞ്ഞ് വന്നില്ലെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റൈറ്റ് സൈഡിലോട്ട് പോകും. മാക്സിമം ലെഫ്റ്റ് സൈഡ് ചേർന്ന് തിരിഞ്ഞ് വരിക. തിരിക്കുമ്പം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ്, നിർത്തി ഒരിക്കലും തിരിക്കരുത്. വണ്ടി ഉരുണ്ടുകൊണ്ട് തന്നെ തിരിക്കാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ തിരിച്ച് വരുമ്പം മാക്സിമം നമുക്ക് തിരിഞ്ഞ് തീർന്നുകൊണ്ട് തന്നെ റൈറ്റ് സൈഡിലോട്ട് നോക്കുക. റൈറ്റ് സൈഡ് തട്ടത്തില്ല. ബാക്ക് ലെവലിൽ കിട്ടിയ ഉടനെ തന്നെ വണ്ടിയുടെ വീല് നേരെയാക്കാൻ തുടങ്ങുക. വണ്ടിയുടെ വീല് ഇപ്പം നേരെയാക്കിയിട്ടില്ല. കാരണം എന്ന് പറഞ്ഞാൽ ബാക്ക് ലെവലിൽ കിട്ടിയിട്ടില്ല. ബാക്ക് എപ്പോൾ ലെവലിൽ കിട്ടുന്നോ അപ്പോൾ സ്റ്റിയറിംഗ് നേരെയാകും. അപ്പം സ്റ്റിയറിംഗ് നേരെയാക്കേണ്ടത് 2 റൗണ്ടാണ്. അപ്പോൾ വീല് നേരം എന്നിട്ട് മാക്സിമം നമുക്ക് എത്രയും പുറകോട്ട് ഇറക്കിയിടാൻ പറ്റും അത്രയും പുറകോട്ട് ഇറക്കിയിടുക.